നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ AICC നേതൃത്വം കടുത്ത അസംതൃപ്തരും രോഷാകുലരുമാണ്. കേരളത്തിൽ ഭരണം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ നേതാക്കൾ തമ്മിൽ നടത്തുന്ന ഈ ചക്രത്തി പോരാട്ടങ്ങൾ പാർട്ടിയുടെ വിജയസാധ്യതയെയും മുന്നോട്ടുള്ള പോക്കിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് AICC നേതൃത്വം കരുതുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കർശനമായ ചില നിർദ്ദേശങ്ങൾ AICC നേതൃത്വം നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചില നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളെയെല്ലാം വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ എത്തിച്ച് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുക. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ UDFനും കോൺഗ്രസിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയസാധ്യതയുണ്ടെങ്കിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമല്ലാത്തതുകൊണ്ട് അതെല്ലാം മുതലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അല്ലെങ്കിൽ സൂചനകളാണ് അതിൽ ഉള്ളത്. ഇത് AICC നേതൃത്വം വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ചില നീക്കങ്ങളും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതും അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളും എല്ലാം പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖം സമൂഹത്തിന് മുന്നിൽ കൂടുതൽ മോശമാക്കി എന്നുള്ള അഭിപ്രായം ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലുണ്ട്. ഇത് കൈകാര്യം ചെയ്യാൻ, ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വലിയ തോതിൽ പരാജയപ്പെട്ടുവെന്നും ദീപാദാസ് മുൻഷി AICCക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ വിചാരിച്ചെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നെന്നും, എന്നാൽ കേരളത്തിലെ നേതൃത്വം അലസ സമീപനവും നിശ്ചയദാർഢ്യമില്ലായ്മയും കാണിച്ചുവെന്നും അതാണ് ഈ വിഷയം ഇത്രയ്ക്ക് വഷളായതെന്നും ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ നേതാക്കളെ മുഴുവൻ ഡൽഹിക്ക് വിളിപ്പിച്ച് ചില കർശന നിർദ്ദേശങ്ങൾ നൽകാൻ AICC നേതൃത്വം തുനിയുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം പിറ്റേ ആഴ്ച ബീഹാറിലെ തിരക്കുകൾ ഒഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലെ നേതാക്കളെ കാണും. അവരോട് കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെയും അതിൽ പാർട്ടി സമീപിക്കേണ്ട തന്ത്രപരമായ നിലപാടുകളെ കുറിച്ചെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധി വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം പാർട്ടി കൈകാര്യം ചെയ്ത രീതി ഒട്ടും ശരിയായില്ലെന്ന അഭിപ്രായം നിരവധി പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട്. ഇതും ദീപാദാസ് മുൻഷി കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി അവധാനതയോടെ ശ്രദ്ധയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പാർട്ടിക്ക് ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ശ്രമം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലത്രേ. അതാണ് വിഷയം വഷളാകാനും രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഷനിലേക്കുമെല്ലാം നയിച്ചത്. CPMന് മേൽ കൃത്യമായ ഒരു രാഷ്ട്രീയ മേൽക്കൈ UDF നേടിയ സമയത്താണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. അപ്പോൾ അതനുസരിച്ച് അത് കൈകാര്യം ചെയ്യണമായിരുന്നു. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരും അത്തരത്തിൽ അവധാനതയോടെ ശ്രദ്ധയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന ആരോപണം, എന്ന എതിർപ്പ് അല്ലെങ്കിൽ എന്ന അഭിപ്രായം AICC നേതൃത്വത്തിനുണ്ട്. അതുതന്നെയാണ് ദീപാദാസ് മുൻഷി അവരെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ വരുന്ന ദിവസങ്ങളിൽ കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 3 മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും അതിനുശേഷം 3 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഇനിയും തമ്മിലടിച്ച് ചക്രത്തി പോരാട്ടവുമായി നിന്നാൽ 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന സൂചന AICC നൽകി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിന് ഭാവി എന്തെന്നുള്ള ചോദ്യവും ഉയർന്നു വരും. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി ഭരണം ലഭിക്കുക എന്ന ഒറ്റ ഉദ്ദേശവുമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ ചക്രത്തി പോരാട്ടങ്ങളും പരസ്പരമുള്ള അവിശ്വാസങ്ങളും ഒഴിവാക്കണമെന്നാണ് AICC നേതൃത്വം പറയുന്നത്. അതേ തുടർന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ തീരുമാനിച്ചത്.